നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ഈ അനവസരത്തിലുള്ള കോമഡിയും തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ കേൾക്കുമ്പോ എനിക്ക് എങ്ങനെ ചൊറിഞ്ഞു വരുന്നറിയോ? എന്ത്? എടാ, എനിക്ക് ഇത്ര ഇറിറ്റേഷൻ, അസ്വസ്ഥത ലോകത്താരും ഉണ്ടാക്കിയിട്ടില്ല. ആ ശാലിനിയോ രോഹിതോ പോലും. കണ്ണിപ്പോയൊരു കരട് പോലെ നിക്ക നീ. അയ്യോ, കഷ്ടമായി പോയി. അവിടെ നിക്കടാ. എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു അബദ്ധം പറ്റി, സമ്മതിച്ചു. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് കരുതി പിന്നൊന്ന് വളയ്ക്കാൻ നോക്കി. അതല്ലാതെ എന്റെ ജീവിതം നാശമാക്കാൻ വേണ്ടി വിഷ്ണു ശാലിനിയും കൂടെ ഇറക്കിയ തുറുപ്പ് ചീട്ടാണ് നീ എന്ന് മനസ്സിലാക്കിയപ്പോഴേ നിന്നെ ഞങ്ങളുടെ വീട്ടിലിട്ട് വെട്ടിക്കീറേണ്ടതായിരുന്നു. എന്റെ പൊന്നു സുസു, ഇങ്ങനത്തെ മോശം കാര്യങ്ങളൊന്നും പറയാതെ. ഒന്നുമില്ലെങ്കിലും നിന്റെ കഴുത്തിൽ താലിയെട്ടിയ ഭർത്താവല്ലേ ഞാൻ. അതെ, എന്തായാലും എനിക്ക് നഷ്ടപ്പെടാനുള്ള എനിക്ക് നഷ്ടപ്പെട്ട്, നിനക്ക് നഷ്ടപ്പെടാനുള്ള നിനക്ക് നഷ്ടപ്പെട്ട്. നമുക്ക് ഇനി ഒരു ധാരണയിൽ പോവാം. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടെന്നാ? അത് പിന്നെ എന്ത് നഷ്ടപ്പെട്ടതാ? തള്ളല്ലേ, ഞാൻ വീഴിഞ്ഞായി. തള്ളല്ലേ. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്നതുണ്ടല്ലോ, നല്ലൊരു സോപ്പ് തേച്ച് കുളിച്ചാ തീരാവുന്നതേ ഉള്ളൂ ആ പ്രശ്നം. ഇനിയിപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയാ പോലും അതിനുണ്ട് പരിഹാരം. ഒരു രാത്രിയുടെ കഥ പറഞ്ഞ് സുസ്മിതയെ ബ്ലാക്ക്മെയിൽ ചെയ്യാറായോടാ നായ നീ? പക്ഷേ സുസ്മിത എന്റെ വീഡിയോ ഉണ്ട് കേട്ടാ. അത് കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ. സുസ്മിത, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നൊന്നും ചെയ്യല്ലേ സുസ്മിത. വൈകിപ്പോയല്ലോ ജഗദീപ് കുമാറെ. നിന്റെ ക്ഷമാപണം വളരെ വൈകിപ്പോയി. കാലപുരിയിലേക്ക് ഇന്നൊരാളെ കൊടുത്തേക്കാമെന്ന് കാലിന് വാക്കുകൊടുത്തു പോയി. അയാള് സ്വന്തം പോത്തും നിന്റെ കഴുത്തി കുരുക്കാനുള്ള കയറുമായിട്ട് ദേ ആ കടലിന്റെ അടുത്തിട്ട് കാത്തു നിൽക്കാം. സുസ്മിതയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും കഴിഞ്ഞതൊക്കെ ഒരു തമാശ ആയിട്ട് എടുത്തൂടെ സുസ്മിത? എന്റെ ഒരു റിക്വസ്റ്റ്, സത്യം, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സത്യം. കഴിഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കാം അല്ലേ? എന്നാലേ ഇതും കൂടെ ഒരു തമാശയായിട്ട് എടുത്തോടാം പട്ടി. ഒരു പോംവഴി പറ. ഇവരെന്താ ഇവിടെ? പോംവഴി അതന്നെ ഞാൻ ആലോചിക്കുന്നേ. എന്തോ സീരിയസ് ആയ ആലോചന ആണല്ലോ. വിഷ്ണുട്ടൻ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ? സത്യാമ്മയോട് പറയണ്ടേ? അതെന്താ സത്യാമ്മയോട് പറയേണ്ട കാര്യം? വിഷ്ണുട്ടൻ എന്താ ഒന്നും പറയാതിരിക്കുന്നേ? എന്തോ കാര്യമായ സംഭവം ഉണ്ടല്ലോ. ഞാൻ പറയാൻ ശാലിനി. പറയാന്ന് പറഞ്ഞിരുന്നിട്ട് ഇനിയിപ്പോ എന്നാ? നോക്ക്, എനിക്ക് സീമന്ത് വന്ന ആളെ ഗർഭിണിയല്ലാത്ത എനിക്ക് ഞാനറിയാത്ത കഥയിൽ അങ്ങനൊരു ട്വിസ്റ്റോ? സത്യാമ്മയുടെ അടുത്ത് ഇതിലും വലിയ ചതിയുണ്ടോ? പ്രഗ്നന്റ് അല്ലാത്ത ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അത് വിശ്വസിച്ച് സത്യാമ്മ നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിച്ചു. നോക്ക്, നാളെ
നാളെ സീമന്തവും നിശ്ചയിച്ചു വെച്ചിരിക്കുക. നമ്മൾ പറഞ്ഞത് നുണയാണെന്ന് നാളെ മനസ്സിലായ നാട്ടുകാരുടെ മുന്നിൽ ആരാവും സത്യമാ? വിഷ്ണുട്ടാ ഒരു മറുപടി പറയേ. ഓ, അപ്പൊ അതാണല്ലേ സംഗതി. അപ്പൊ ഞാൻ മാത്രമല്ല തട്ടിപ്പുകാരി. തൽക്കാലം ഇത്രയും മതി. ഒരു വെടിക്കുള്ള മരുന്ന് ഇത് വെച്ച് ഒരു വെടിക്കെട്ട് തന്നെ പ്ലാൻ ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് കാറ്റുകൊള്ളു, എനിക്ക് വേറെ പണിയുണ്ട്. എടോ പറയാം, മനസ്സുണ്ടായിട്ടാണോ ഞാൻ പറയാതിരിക്കുന്നേ? എന്ന് പറയണം വിഷ്ണുട്ടാ. ഇന്ന് തന്നെ പറയാം. ഈ വണ്ടി ഇതെവിടെ പോയി? പാർക്ക് ചെയ്തിരുന്നിടത്ത് കാണാനില്ലല്ലോ. ഇനി കള്ളന്മാരാരെല്ലാം എടുത്തോണ്ട് പോയോ? തിരയാൻ ഇനി കടപ്പുറത്ത് സ്ഥലമില്ലല്ലോ. ഇതിവിടെ ആരാ കൊണ്ടിട്ടത്? ചിലപ്പോ അമ്മയിന് ഡ്രൈവർ പറഞ്ഞു വിട്ടിട്ടുണ്ടാവോ? അമ്മയുടെ ഒരു ദീർഘവീക്ഷണം. ആ ഡ്രൈവർ ഇതെവിടെ പോയി? ഒന്ന് വിളിച്ചു നോക്കാം. സുസ്മിത, നല്ല പരിചയമുള്ള സ്വരാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.